കന്നഡ താരത്തിന് സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരം അശ്ലീല സന്ദേശങ്ങളും സ്വകാര്യ ഭാഗങ്ങളുടെ ദൃശ്യങ്ങളും അയച്ച മലയാളി യുവാവ് അറസ്റ്റിൽ. വൈറ്റ്ഫീൽഡിൽ താമസിക്കുന്ന നവീൻ കെ മേനോനാണ് പിടിയിലായത്. ഗ്ലോബൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഡെലിവറി മാനേജറാണ് നവീൻ. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി ബി വി വിനോദ് ചേരുന്നു. വിനോദ്, നമുക്കറിയാം ഈ മലയാളി നടിമാർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അശ്ലീല കമൻ്റ് ഇടുന്ന പ്രവണതയൊക്കെ നമുക്കുണ്ട്, നമ്മുടെ ചില മലയാളി യുവാക്കൾക്കുണ്ട്. കാരണം അത്തരം കേസുകളിലൊക്കെ പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട്, കേസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കന്നഡ ചലച്ചിത്ര താരത്തിന് നേരെയാണ് മലയാളി യുവാവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള അതിക്രമം ഉണ്ടായത്. ഈ നടി നൽകിയ പരാതിയിന്മേലാണോ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? ടോം, 40 വയസ്സുള്ള നടിയാണ്. ഇവർ കന്നഡയിലും തെലുങ്കിലുമായിട്ടാണ് അഭിനയിക്കുന്നത്. TV താരമാണ്, നിരവധി സീരിയലുകളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് ആദ്യം ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയായിരുന്നു ഈ മലയാളി യുവാവ്. നവീൻ കെ മോൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് അയക്കുകയും പിന്നീട് അവരത് നിരസിക്കുകയും ചെയ്തു. മെസ്സഞ്ചറിലൂടെ വീണ്ടും സന്ദേശം അയച്ചു. അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ വീണ്ടും പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയും തുടർച്ചയായി അവർക്ക് മെസ്സേജുകൾ അയക്കുകയുമായിരുന്നു. അത് അശ്ലീല സന്ദേശങ്ങൾ ആയി അവസാനം മാറി. മാത്രവുമല്ല, ഇയാളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളെടുത്ത് അവർക്ക് സന്ദേശമായി അയച്ചു. നിരവധി തവണ പല അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ടും ഈ നടിക്ക് രക്ഷയുണ്ടായില്ല. ഏറ്റവും ഒടുവിലാണ് അവർ നേരിട്ട് വന്ന് കാണൂ എന്ന ഒരു സന്ദേശം നൽകിയത്. അങ്ങനെ ഇയാൾ നടിയുമായി കാണുകയായിരുന്നു. വൈറ്റ്ഫീൽഡിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇയാൾ അവിടെ എത്തി. നടി അവിടെ വെച്ചും താക്കീത് നൽകി, ഇങ്ങനെ അയക്കരുത്, തനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യം പറഞ്ഞു. എന്നാൽ ഇയാൾ അത് കൂസാതെ വീണ്ടും സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. ടോം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയുള്ള ചില പ്രവണതയുള്ള ആളുകളുണ്ട്. ഇവർക്ക് ചില മാനസിക പ്രശ്നമുള്ള ആളുകളായിരിക്കാം ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കുന്നത്. മലയാളത്തിലും ഇങ്ങനെ നടിമാർക്കും അല്ലെങ്കിൽ അങ്ങനെ പ്രശസ്തരായ വനിതകൾക്കുമൊക്കെ നേരത്തെ ഇങ്ങനെ സന്ദേശങ്ങൾ അയച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു മലയാളി അന്യനാട്ടിൽ പോയും ഇങ്ങനെ ചെയ്തു എന്നതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ഒടുവിൽ ഗതികെട്ട് ഈ നടി പോലീസിനെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും നാണക്കേട്, മലയാളികളെ സംബന്ധിച്ച് അങ്ങേറ്റം നാണക്കേട് ഉണ്ടാക്കുന്നത് വിനോദ്. ഇവിടെ പക്ഷേ സാധാരണ നമ്മുടെ മലയാളി നടിമാരൊക്കെ അത്തരം പരാതിയുമായി ഇങ്ങനെ മുന്നോട്ട് പോകാറില്ല. പക്ഷെ ഇവിടെ ഈ കന്നഡ നടി ഈ പ്രതിയെ, ഈ മലയാളി യുവാവിനെ, ശല്യം ചെയ്ത മലയാളി യുവാവിനെ വിളിച്ചു വരുത്തുന്നു. പോലീസിന് മുമ്പാകെ ഇയാളെ പിടിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ ശല്യം ചെയ്തുകൊണ്ടെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത്. പോലീസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? കാരണം ഇതൊരു സൈബർ കേസ് മാത്രമല്ലല്ലോ, ഒരു സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെ കൂടിയുള്ള പെരുമാറ്റങ്ങൾ, ഏതൊക്കെ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിനോദ്? BNS പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതോടൊപ്പം തന്നെ ഈ ലൈംഗിക ചുവയോടെ സംസാരിക്കൽ, ലൈംഗിക അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അവിടെയും ഈ നടി ആദ്യം പോലീസിൽ പരാതിപ്പെടാനല്ല ശ്രമിച്ചത്, ഇയാളെ പറഞ്ഞ് തിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു അവരുടെ ഒരു ശ്രമം എന്നതുകൂടി നമ്മളിവിടെ കാണണം. നേരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് തുടർച്ചയായി ഈ അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, സ്വകാര്യ ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ തുടർച്ചയായി വേറെ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് അയക്കുക. അത് ഒരുപക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം അലോസരമുണ്ടാക്കുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെയും ആ നടി ചെയ്തത് ഇയാളെ നവംബർ 1 വൈറ്റ്ഫീൽഡിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞ് അവിടെ പറഞ്ഞു തിരുത്തുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ ഉപദേശിച്ച് വിടുകയും ചെയ്തു. എന്നിട്ടും ഇയാൾ ഈ പ്രവണത അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി നടിക്ക് വീണ്ടും മെസ്സേജ് അയച്ചപ്പോഴാണ് അവർ പോലീസിനെ സമീപിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്നതും ഈ മലയാളിയെ പിടികൂടുന്നതും. ഇത് ടോം ചോദിച്ചതുപോലെ മാസങ്ങളായി തുടർന്ന ഒരു കാര്യമായിരുന്നു ഇത്. നവംബർ 1 ഇവർ ആദ്യമായി കാണുന്നത്. പക്ഷേ അതിനും മുൻപ് ഏതാണ്ട് 6-ലധികം മാസങ്ങളായി ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു. നിരവധി നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു, മെസ്സഞ്ചറുകൾ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഇയാൾ വീണ്ടും ഇതേ പ്രവണത തുടരുകയായിരുന്നു. ഒരു ഏജൻസിയിലെ ഡെലിവറി മാനേജറായി ജോലി ചെയ്യുന്ന ആളാണ് നവീൻ. എന്നിട്ടും ആ കമ്പനിയുമായി ബന്ധപ്പെടാനുള്ളൊരു ശ്രമം നടി നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരാകട്ടെ ഈ കന്നഡയിലും തെലുങ്കിലും വളരെ തിരക്കുള്ള ഒരു നടിയാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് കയറിയാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചത്. സ്വാഭാവികമായും ഇങ്ങനെ സെലിബ്രിറ്റികൾക്ക് ധാരാളം മെസ്സേജുകൾ വരും.
വരും, അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വരും. അത് അവർക്ക് താല്പര്യമുള്ളതാണെങ്കിൽ മാത്രമേ അവർ എടുക്കൂ. സ്വാഭാവികമാണ് അത്തരം കാര്യം. പക്ഷേ തൻ്റെ ഈ ഒരു റിക്വസ്റ്റ് എടുത്തില്ല എന്നതിൽ പ്രകോപിതനായാണ് ഇയാളിങ്ങനെ തുടർച്ചയായി ചെയ്തത്. പക്ഷേ ഇയാളൊരു അങ്ങനെ പ്രധാനപ്പെട്ട റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ മാനേജറായി ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എങ്ങനെയാണ് അത്തരമൊരു ആളിൽ നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായതെന്നാണ് കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. ടോം, തീർച്ചയായും ഇത് ഈ ഒരു വിഷയത്തിൽ ഈ പ്രതിക്ക് ഇതിനു മുൻപ് ഈ നവീനെതിരെ ഏതെങ്കിലും പരാതികളുണ്ടോ? കാരണം ഇതൊരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണെന്ന് തന്നെയാണ് ഇയാളുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം തുടർച്ചയായി ഒരു നടിയെ ആക്രമിക്കുക, അധിക്ഷേപിക്കുക, സമൂഹ മാധ്യമങ്ങളിലൂടെ ശല്യപ്പെടുത്തുക, അത് താക്കീത് നൽകിയിട്ടും വീണ്ടും തുടരുക. അങ്ങനെയെങ്കിൽ ഇയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതല്ലേ വിനോദ്? കാരണം ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ സ്ത്രീകളെ, പെൺകുട്ടികളെ അധിക്ഷേപിച്ചിട്ടുള്ള, ശല്യം ചെയ്ത കേസുകളിൽ ഇയാൾക്കെതിരെ മുൻപ് പരാതികളുള്ളതാണോ? ഇപ്പോൾ അങ്ങനെയുള്ള വിവരം പുറത്തു വരുന്നില്ല. ബാംഗ്ലൂർ പോലീസാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായി നേരിട്ടുള്ള ഒരു അതിക്രമമല്ല, ഇതൊരു മാനസിക പ്രശ്നമായി തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ നേരത്തെ ഇയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി വന്നിട്ടുണ്ടോ? അവിടെ ജോലി നേടുമ്പോൾ ഇങ്ങനെ പോലീസിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടോ? അതായത് PCC സർട്ടിഫിക്കറ്റൊക്കെയാണ്, പോലീസിൻ്റെ ക്ലിയറൻസൊക്കെ വാങ്ങിയായിരിക്കും പലപ്പോഴും പല കമ്പനികളും നിയമനം നൽകുന്നത്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. കേരളത്തിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടായിരുന്നോ? അതുകൊണ്ടാണോ ഇയാൾ ബാംഗ്ലൂരിലേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമല്ല. ഏതായിരുന്നാലും ഇപ്പോൾ ബാംഗ്ലൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗികാതിക്രമത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഉൾപ്പെടെയാണ് സീരിയൽ താരത്തിൻ്റെ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. ടോം, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.